ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് യോക്ക് പോർഷനിൽ പിൻടക്ക് വന്ന് അതുപോലെ തന്നെ ഒരു ബെൽറ്റും ഒരു നാടയും സ്ലീവ് വരുന്നത് പിൻടക്ക് തന്നെ വന്നിട്ടുള്ള സ്ലീവ് വരുന്ന ഒരു നല്ല അടിപൊളി ഒരു കുർത്തിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ റെഡ് കളറിൽ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ കളർ പ്രിൻറ്റ് വരുന്നുണ്ട്. 2.5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ബാക്ക് വശത്ത് വരുന്ന യോക്ക് പോർഷനാണ്. അതിന് വേണ്ടി ഇതേപോലെ തുണിയിൽ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 15 ഇഞ്ച് നീളത്തിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഷോൾഡർ 7 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്തത് വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ ഇനി ചെസ്റ്റ് വേണം. ചെസ്റ്റ് എനിക്ക് 10.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂട്ടി 12 ഇഞ്ച് ഞാനിതാ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതേപോലെ എനിക്ക് വേസ്റ്റ് വേണ്ടത് 9.5 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെസ്റ്റ് നിന്ന് വേസ്റ്റിലേക്ക് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതേപോലെ 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ ആം ഹോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ 3.25 ഇഞ്ചിൽ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്കിലായാലും ഫ്രണ്ടിലായാലും നെക്ക് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് 15 ഇഞ്ച് വീതിയും 37 ഇഞ്ച് നീളവുമുള്ള തുണി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് യോക്ക് പോർഷൻ കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. വേസ്റ്റ് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ച് ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 23 സാധാരണ സ്ലിറ്റ് ലെങ്ത്ത് എടുക്കാറുള്ളത്. അപ്പോൾ മുകളിൽ വരുന്ന ഭാഗം നമ്മൾ 15 ഇഞ്ച് എടുത്തിരുന്നു. അപ്പോൾ തയ്യൽ തുമ്പ് പോയതിന് ശേഷം നമുക്ക് 14 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതേപോലെ 14 ഇഞ്ച് ടേപ്പിൽ കയറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ 23 അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ നമുക്ക് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഹിപ്പ് റൗണ്ട് 11 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും ചേർത്ത് 12 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വേസ്റ്റും ഹിപ്പും ചേർത്ത് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പോർഷൻ്റെത് 35ഉം മുകളിലേക്ക് വരുന്നത് 15 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ടോട്ടലിൽ കിട്ടുക തയ്യൽ തുമ്പ് പോയാൽ 48 ഇഞ്ചോളം കിട്ടും. ഇപ്പം ഞാൻ ബോട്ടം റൗണ്ട് 13 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ സ്ലിറ്റ് നിന്ന് ബോട്ടം റൗണ്ടിലേക്ക് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് ജോയിൻ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ 2 കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ്. സ്ലീവ് കട്ട് ചെയ്ത് ഞാൻ ഫുൾ സ്ലീവാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 23 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് മുകളിൽ ആം ഹോളിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് താഴെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വരച്ചതിന് ശേഷം അവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിന് പിൻടക്ക് സ്ലീവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 10 ഇഞ്ചാണ് സ്ലീവിൻ്റെ റൗണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് സ്ലീവ് റൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഇതേപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് തയ്യൽ തുമ്പും എല്ലാം ചേർത്തിട്ട് അതും നമ്മൾ സ്ലീവിൻ്റെ റൗണ്ടും എല്ലാം ഒരേ അളവ് തന്നെയാണ് കിട്ടുക. ഒരേ വീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഫ്രണ്ട് പീസിൽ നമുക്ക് പിൻടക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിന് വേണ്ടി ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. മുകളിലും താഴിലും ഓരോ ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പീസിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിൻ്റെ തറ്റ വരെ നമുക്ക് എത്ര വരുമോ അത്രയും നമുക്ക് ഓരോ ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ മുകളിലും താഴെ അടയാളപ്പെടുത്തിയ 1 ഇഞ്ച് വെച്ച് ഇതേപോലെ പിടിക്കുക. എന്നിട്ട് മെഷീനിൽ ചെറുതായിട്ട് തറ്റ വെച്ചിട്ട് 1/4 ഇഞ്ച് വേണ്ട 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു പോയിൻ്റ് വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ല ലെവലിലൊന്ന് പിടിച്ചിട്ട് പയ്യെ തയ്ച്ചാൽ മതിയാവും. ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കും. നല്ല ഭംഗി തന്നെ നമുക്ക് പിണ്ടൊക്കെ കിട്ടുന്നുണ്ടാവും. പിണ്ടൊക്കെ ഇട്ട് ഇനി അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ഇതേപോലെ പിടിച്ച് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗി തന്നെ പിണ്ടൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീതിയിൽ പിണ്ടൊക്കെ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തയ്ക്കാം. കണ്ടോ, നല്ല ഭംഗി തന്നെ കിട്ടിയില്ലേ. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ട് പീസിൽ യോക്ക് പോർഷൻ നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇത് 2ആയിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ബാക്ക് പീസ് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ബാക്ക് പീസിൻ്റെ സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഇതാ ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്ത് ഇനി ബാക്ക് പീസ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടി അത് അരയിഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി നെക്ക് തയ്ച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി 5.5 ഇഞ്ച് ഇറക്കവും 3.25 വീതിയും വന്നിട്ട് ഇതേപോലെ വീക്ക് നെക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ച് ഇറക്കവും 3.25 ഇഞ്ച് വീതിയും വന്നിട്ട് ഇതേപോലെ ക്യാൻവാസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രണ്ടിലത് ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മറിച്ചിട്ട് ഇതിനെ ഒന്ന് പതിച്ചടിക്കണം. അടുത്തത് നമുക്ക് യോക്ക് പീസും അതേപോലെ ബാക്കി വരുന്ന സ്ലിറ്റൊക്കെ വരുന്ന ബാക്കി വരുന്ന ഭാഗമില്ലേ അതും നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതാ ഇതേപോലെ ഫ്രണ്ട് പീസിലെ യോക്ക് പീസ് എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് നല്ല വശവും ഒന്നിച്ച് വെക്കുക. നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം 1 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പം ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബെൽറ്റ് വെക്കണം. ബെൽറ്റ് വെക്കാൻ വേണ്ടി 20 ഇഞ്ച് നീളവും അതേപോലെ തന്നെ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 20 ഇഞ്ച് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മളെ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി, എനിക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡും 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മടക്കും. അപ്പോൾ എനിക്ക് കൃത്യം വേസ്റ്റ് റൗണ്ട് 19 ഇഞ്ചാണ് ഈ ബെൽറ്റ് കിട്ടേണ്ടത്. ഇനി ഞാൻ 2 സൈഡിൽ എനിക്ക് ബെൽറ്റ് വേണം. അപ്പോൾ ഒരു സൈഡിലെ ബെൽറ്റിന് ഞാൻ ഇതേപോലെ 1/2 ഇഞ്ച് വെച്ച് 2 സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു തറ്റ വരുന്ന ഭാഗത്തും ഇതുപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഇവിടെ വെക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്ച്ചെടുക്കുന്നേരം മുകളിലും താഴിലും മാത്രമേ തയ്ച്ചെടുക്കാൻ പാടുള്ളൂ. 2 സൈഡ് വശത്തും നമ്മൾ തയ്ക്കരുത്. അവിടെ ഗ്യാപ്പായിട്ട് തന്നെ കിട്ടണം. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഫ്രണ്ട് പീസിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ 2 സൈഡ് നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് കെട്ട് അല്ലെങ്കിൽ നാടയിടേണ്ടതാണ്. ബാക്ക് പീസിൽ അതേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസ് വെച്ചതിന് ശേഷം ഇതേപോലെ ക്യാൻവാസിൻ്റെ പീസ് മുകളിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ക്യാൻവാസ് വരുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ തയ്ച്ചെടുത്തിട്ടില്ല. പകരം ഞാൻ സൂചി നൂല് വെച്ചിട്ട് ചെറുതായിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി സ്ലീവ് ചെയ്തത് പിൻടെക്ക് തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് പീസിലെ യോക്ക് പോർഷനിൽ കണ്ടില്ലേ പിൻടെക്ക് ചെയ്തത്, അതുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ നല്ല വശത്തായിരുന്നു ചെയ്തത്. പക്ഷേ ഇതിൻ്റെത് മോശം വശത്താണ് ഞാൻ പിൻടെക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് അതിൻ്റെ സ്ലീവ് റൗണ്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് 2 സൈഡിലും സ്ലീവ് വെച്ച് കൊടുക്കാം. ഇതേപോലെ 2 സൈഡിലും സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ഷേപ്പ് 1.5 ഇഞ്ച് വെച്ചായിരുന്നു നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി വിട്ടത്. അപ്പോൾ എല്ലാ സൈഡിലും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഒരു ബെൽറ്റ് വെച്ചിരുന്നില്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് കൊള്ളരുത്. അതിൻ്റെ അടുത്ത് നമ്മൾ 1.5 ഇഞ്ച് തന്നെ ഗ്യാപ്പ് വരും. നമ്മൾ അളവൊക്കെ കൃത്യമാണെങ്കിൽ അപ്പോൾ ആ 1.5 ഇഞ്ച് വെച്ചിട്ട് തന്നെ തയ്ച്ച് സ്ലിറ്റ് വരെ നമുക്ക് തയ്ച്ച് കൊണ്ടുവരാം. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചായിരുന്നു വിട്ടത്. അവിടെ വരെ തയ്ച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ ബോട്ടം റൗണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ ഞാനിത് ഷേപ്പൊക്കെ ചെയ്ത് കുറച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് വന്നിട്ടുണ്ട്. ബെൽറ്റിൽ ഞാനൊരു നാട അല്ലെങ്കിൽ കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എത്ര ആവശ്യമാണ്, നീളത്തിൽ ആവശ്യമാണ് അതിനനുസരിച്ച് തുണിയെടുത്തതിന് ശേഷം ഇതേപോലെ കെട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തറ്റയിൽ ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ബീഡൊക്കെ വരുന്നൊരു ചെണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ സ്ലിറ്റ് തയ്ച്ചെടുത്തു. അതുപോലെ നമ്മൾ ബോട്ടം ബ്രൗണും തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലെ നല്ല വീനക്കൊക്കെ വന്ന് അതുപോലെ നല്ല സ്ലീവ് കണ്ടോ, നല്ല പിൻടെക്ക് വന്നിട്ടുള്ള സ്ലീവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കുർത്തി തന്നെയാണ്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കുർത്തി കാണാൻ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിൻടെക്ക് വന്ന യോക്ക് പോർഷനും അതുപോലെ സ്ലീവും പിൻടെക്ക് തന്നെ വന്നിട്ടുണ്ട്. വീനക്ക് തന്നെയാണ്. അതുപോലെ കെട്ട് കൊടുത്തിട്ടുണ്ട്. ആ കെട്ട് നമുക്കിപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യണം അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒന്ന് കെട്ടിൽ പിടിച്ച് വലിച്ചാലൊന്ന് കെട്ട് ഒന്ന് ഇതാക്കിയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.